ഹായ് ഓൾ, വെൽക്കം ടു ആൽഡൻ റോക്സ്. ഇന്ന് നമ്മുടെ പാലക്കാടുള്ള DJ അമ്യൂസ്മെൻറ്റ് പാർക്കിലോട്ട് വന്നതാണ്. അപ്പോൾ ഇതിനു മുമ്പ് പല ജില്ലയിലും ഇതുപോലെ അമ്യൂസ്മെൻറ്റ് പാർക്കൊന്നും പലരും വീഡിയോ ഇട്ടു. അപ്പോൾ നമ്മുടെ പാലക്കാട് വന്നപ്പോൾ നമ്മൾ കാണാതിരിക്കുന്നത് മോശമല്ലേ. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ടൊന്ന് DJ അമ്യൂസ്മെൻറ്റിലോട്ട് പോയതാണ്. വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ സംക്രാന്തി ഹോളിഡേ സമയത്തായതുകൊണ്ട് കുറച്ച് എൻജോയ് ചെയ്യുന്ന കാണാൻ പറ്റി. പിന്നെ പോകുന്ന മുമ്പേ ഇവിടുന്ന് പ്ലാൻ ചെയ്തായിരുന്നു DJ അമ്യൂസ്മെൻറ്റ് പാർക്ക്, പിന്നെ നമ്മുടെ ഫ്ലവർ ഷോ ഉണ്ടല്ലോ അതുകൂടെ കാണുന്നത്. പക്ഷേ എല്ലാറ്റിനും ഇവിടെ സമയം കിട്ടിയില്ലായിരുന്നു. ഇവിടെ മാത്രമേ പോകാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ മരുമക്കളെല്ലാം കൂട്ടിയിട്ടാണ് പോയത്. പിന്നെ മക്കളെല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമുക്ക് ആദ്യം അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് തന്നെ കാണാൻ പറ്റും. എന്താ വെച്ചാൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസെക്ട്സ്, കളർഫുള്ളായിട്ടുള്ള ലൈറ്റിംഗ് എല്ലാം കൂടെ ഇപ്പോൾ ഭയങ്കര തന്നെ പിള്ളേരും ഭയങ്കര നല്ലോണം എൻജോയ് ചെയ്തത്. അത് കാരണം നമുക്ക് ജീവനുള്ള ഇൻസെക്ട്സിനെ പോലെ തന്നെ നമുക്കൊന്ന് ഫീൽ ചെയ്യാൻ കഴിഞ്ഞു. ബട്ടർഫ്ലൈസ്, ഹണി ബി, അതുപോലെ തന്നെ ഗ്രാസ് ഹോപ്പർ, പിന്നെ നമ്മുടെ സ്കോർപ്പിൻ, അതന്നെ പലതരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസെക്ട്സ് നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. സൂപ്പറല്ലേ? വെള്ളച്ചാട്ടത്തിലോട്ട് പോകാം. അതിന് മുമ്പേ നമുക്ക് ഇതെല്ലാം എടുക്കാം. കയറാൻ തുടങ്ങി മാമയും പിള്ളേരൊക്കെ ഫോട്ടോഷൂട്ടിനായിട്ട്. അയ്യോ, നല്ല സൂപ്പറായിട്ടുണ്ട്. ബാറ്ററി വരയ്ക്കുന്നതാണ് നമ്മൾ അകത്തോട്ട് കയറുമ്പോഴുള്ള കാഴ്ചയാണത്. നമ്മൾ 4 മണിയാകുമ്പോഴേ ചെന്നു. അധികം കാര്യമായിട്ട് തിരക്കൊന്നുമില്ലായിരുന്നു. ലൈറ്റിംഗ് വരുമ്പോഴാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ആളുകൾ കുറവായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരത്തെ ചെന്നു. അതുകൊണ്ട് പൊതുവെ പിള്ളേരെ ഒന്ന് എൻജോയ് ചെയ്യട്ടെ എന്നുള്ള രീതിക്ക് അവിടെ എല്ലാം പോയി ഒന്ന് ചേച്ചി കറങ്ങി അവർ നല്ലോട്ട് കയറാൻ പറ്റും. അധികം തിരക്കില്ലാത്തതുകൊണ്ട് പിന്നെ അവർക്കെല്ലാം അതിലോട്ട് കയറാൻ ഇറങ്ങാനെല്ലാം പറ്റി. അതുമാത്രമല്ല അധികം മേലോട്ട് അവർ വിട്ടില്ല. കുറച്ച് മേലോട്ട് കയറുമ്പോൾ തന്നെ അവർ വിസിലടിച്ച് ഇറക്കിയിടുമായിരുന്നു. കാരണം അവർ സേഫ്റ്റിയോടെ നോക്കണം എന്നുള്ള രീതിക്കായിരിക്കും. കാരണം എങ്ങനെ വീണ് കഴിഞ്ഞാൽ പിന്നെ കയ്യോ കാലോ പൊട്ടി കഴിഞ്ഞാൽ അതിൻ്റെ വേറെ പ്രോബ്ലം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് പിന്നെ അതല്ല മെയിനായിട്ട് ഇപ്പോൾ കുളിക്കുന്ന രീതിക്ക് പോലെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. കാരണം അവിടെ പോയി നല്ലോണം നനഞ്ഞ് എൻജോയ് ചെയ്ത് ഒരുപാട് പേര് നനഞ്ഞ് എൻജോയ് ചെയ്ത് കുളിച്ചിട്ടൊക്കെ വരുന്നത്. അതുപോലെ നമ്മളൊന്നും അറിയില്ല, ആദ്യമായിട്ട് പോയതുകൊണ്ട് ഇട്ട് ഡ്രസ്സോടെ പോകുന്നത്. നല്ല ഡ്രസ്സ് നനയാതെ മാക്സിമം സൂക്ഷിച്ചിട്ടാണ് അതിലെല്ലാം ഇറങ്ങെല്ലാം ചെയ്തത്. ഇപ്പോൾ പലരുടെയും വീട്ടിൽ കണ്ടു നമ്മൾ 60 അടി ഹൈറ്റുള്ള മനുഷ്യനിർമ്മിത വെള്ളച്ചാട്ടം എന്നുള്ള രീതിക്കല്ല. അപ്പോൾ അതെല്ലാം കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലും എന്തെങ്കിലും വരുവാണെങ്കിൽ ഒന്ന് പോകണം, കാണണം എന്നുള്ള ഭയങ്കരമായിട്ടൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് വെക്കേഷൻ സമയത്തൂടെ ആയതുകൊണ്ട് നമുക്കൊന്ന് കാണാനും അതൊന്ന് കയറാനും കൂടെ കഴിഞ്ഞു. ഇപ്പോൾ ഡാൻസ് കളിക്കാനായിട്ട് സ്റ്റേജും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഡാൻസ് ചെയ്യുന്നവർക്ക് ഡാൻസ് ചെയ്യാം. പിന്നെ ഫോട്ടോഷൂട്ടിനായിട്ട് ക്യാമൽ, പിന്നെ ഒരു എലിഫൻറ്റ്, അങ്ങനെ കുറച്ച് ആനിമൽസിൻ്റെ സ്റ്റാച്ചു കൂടെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പിള്ളേർ ഫോട്ടോ എടുത്തു. പിന്നെ ഒരു ടൈറ്റാനിക് ഉണ്ട്. ഇപ്പോൾ ടൈറ്റാനിക്കിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ടൊരു ടൈറ്റാനിക് ഫോട്ടോഷൂട്ട്. ഞാൻ പിന്നെ ഇത് ഒട്ടകത്തെ കണ്ടപ്പോൾ നമ്മുടെ അറബിക്കഥ ഓർത്തു. അതെ, അപ്പോൾ വാട്ടർഫോളാണ്. പാട്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അല്ലെ പൊക്കോ. ഇത് കളർ ചെയ്തിട്ട് പേപ്പർ കൊണ്ട് തുടച്ച് മായ്ക്കുന്നൊരു ബുക്ക്. അതുകൊണ്ട് ഇപ്പോൾ പിള്ളേർ അത് വേണം എന്നുള്ളത് കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അത് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അത്യാവശ്യമായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള പല സംഭവങ്ങളും അവിടെ കണ്ടു. ബാഗും അച്ചാറും അതുപോലെ കഴിക്കാനുള്ള പല സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി നല്ലോണം ഒന്ന് കണ്ടായിരുന്നു. ഇതുണ്ട് അച്ചാർ. ഇപ്പം വെറൈറ്റി ഉള്ള പലതരത്തിലുള്ള അച്ചാർ അവരുടെ പേരെല്ലാം അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്ക് എത്ര വേണമെന്നുള്ളത് വാങ്ങാൻ കഴിയും.
പൈനാപ്പിൾ അച്ചാറാന്ന് പറഞ്ഞത് എല്ലാം ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ട്. പൈനാപ്പിൾ അച്ചാറാണ് ടേസ്റ്റ് മധുരമല്ല സംസാരിച്ചോ. അവള് കണ്ണിമാങ്ങ എടുത്ത് കഴിച്ചു. അടിപൊളി മോളെ അച്ചാറ് പോട്ടെ. കുറെ കാശ് കൊണ്ട് വന്നാൽ മതി, എന്തും ഇവിടുന്ന് ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ച് കഴിക്കാം. എന്തോ ഓക്കെ. വട പാവ് വെച്ച് കഴിക്കണമെന്ന് ഭയങ്കര പിള്ളേർ പറഞ്ഞു, അപ്പോൾ അത് കഴിക്കാൻ പോകും. ഇപ്പോൾ 2 പാവ് വെച്ച്, 1 പാവ് വെച്ച് 100 രൂപ. എല്ലാം അത്യാവശ്യം ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇതിനകത്ത്. കാശ് കൊണ്ട് വന്നാൽ നമുക്ക് എന്തും തിന്നെ, അത്രേ ഉള്ളൂ. അയാളുടെ കുറച്ച് അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫുഡ് പ്രിപ്പറേഷൻ എല്ലാം ഒരു അട്രാക്റ്റീവായിട്ട് തോന്നി. അപ്പോൾ അതൊന്ന് വീഡിയോ കവർ ചെയ്തു. അയാളുടെ ഓരോ ആക്ടിവിറ്റിയും കുറച്ച് ഡിഫറെൻ്റ് തന്നെ ആയിരുന്നു. പിന്നെ സെർവ് ചെയ്യുന്ന സ്റ്റൈലെല്ലാം ഒന്ന് കണ്ടാൽ ഒരു പ്രത്യേകതയായിട്ട് തോന്നി. അതൊന്ന് നിന്ന് പോയി, അതുകൊണ്ട് ഓക്കെ. വീഡിയോ എടുത്ത് കഴിഞ്ഞു. നമ്മുടെ ഈ പാനിപ്പൂരി കാളനുണ്ടല്ലോ, കാളൻ്റെ അതേ ടേസ്റ്റ് ഇല്ല. കാളൻ തന്നെ സമോസ കാളനാണ്. അയ്യോ എന്തോ നാണം. യൂട്യൂബ് ചാനലുകാരിയുടെ നാണം അത്. ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന പോലെ. ഒളിഞ്ഞു കഴിച്ചാൽ ചുമ്മാ വിടുവാളാ. കുറച്ച് ബാഗിൻ്റെ കളക്ഷൻസ് ഒരുപാട് ചെറുതത് വേണ്ട. എന്താ സമയത്ത് ബൺ മസ്ക, ഇറാനി ചായ. ബൺ മസ്ക ഇറാനി ചായ. ബൺ മസ്ക വെറൈറ്റി ഓഫ് ബൺ മസ്ക, ഫ്ലേവർ ബൺ മസ്ക, ചിക്കു മാംഗോ പിസ്ത മസ്ക ചായ. ബൺ മസ്ക ചായ. ബൺ മസ്ക ഇറാനി ചായ. ക്രീമാ ക്രീമാണോ മയണോസ് ക്രീമാ? വാങ്ങിച്ചോടാ. കഴിച്ചോ? ഇഷ്ടപ്പെട്ടോ? ക്രീം കൊണ്ട് ചായ മുക്കുവാണോ? എങ്ങനെ ടേസ്റ്റ് സൂപ്പറാ ആണോ? നമുക്ക് പിന്നെ എന്ത് കിട്ടും? അത് അവളെ കഴിഞ്ഞിട്ട് അത് അനാഥപോലെ നിൽക്കണം. അവൾക്ക് വല്ലതും കൊടുക്കടി. ഇറാനി ചായ കുടിച്ച് നോക്കാം. നമ്മുടെ ഫ്ലേവർ എന്ന് വെച്ചാൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. നമ്മുടെ വീട്ടിലെല്ലാം പോയി കഴിഞ്ഞാൽ ഫ്ലേവർ ചായ കിട്ടുമല്ലേ, മറ്റേ ഏലക്ക ചായപ്പൊടി, അതിൻ്റെ ഫ്ലേവർ തന്നെ ഉള്ളു. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് വൈകുന്നേരം ലൈറ്റ് ഓൺ ആക്കി തുടങ്ങി. ഇപ്പോൾ നമ്മൾ അധികം നാച്ചുറൽ സൗണ്ട് ഇടാമെന്ന് വിചാരിച്ചാൽ, പക്ഷേ പലതരത്തിലുള്ള സോങ് ഉണ്ട്. ഏത് സോങ്ങിനാണ് അത് സ്ട്രൈക്ക് വരിക എന്നുള്ളത് അറിയില്ല. അത് ചെറിയൊരു ബുദ്ധിമുട്ടൂടെ ഉണ്ട്. പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് വെറുതെ കളിക്കാൻ പോവാം.
ഇപ്പോൾ മുൻപ് പോയി എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് പേര് പറഞ്ഞു ലൈറ്റിംഗ് ആയ ശേഷം പോകുന്നത് നല്ലത്, രാത്രി ഒരുപാട് കുറച്ച് ലേറ്റായിട്ട് പോകുന്നത് നല്ലതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളത് ഇപ്പോൾ ലൈറ്റും കൂടെ ഇട്ട് കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം കാണാൻ നല്ലൊരു ഭയങ്കര ഒരു അട്രാക്റ്റീവാണ് നമുക്ക് ഫീൽ ചെയ്തത്. അതുപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നുണ്ടല്ലോ എത്ര മനോഹരമാണെന്നുള്ളത്. അതിനായിട്ട് അടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കണം, സെൽഫി എടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്തായാലും നല്ലോണം ചാറ്റിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഫോണെല്ലാം നനഞ്ഞു പോകുന്നത്, ഫോണിനകത്ത് വെള്ളം കയറി ഡാമേജ് ആയാലോ എന്നുള്ളൊരു പേടി മാത്രമാണ് മെയിനായിട്ടുള്ളത്. എങ്കിലും ഒരുവിധം അവിടെ നിന്ന് ഫോട്ടോ എടുപ്പൊക്കെ നടക്കുന്നുണ്ട്. മൊത്തം നനഞ്ഞ് കുളിച്ചു, നല്ല ചാറ്റിലുണ്ട്. അല്ല പോണോ? ട്രെയിനില്ല. എവിടെ ട്രെയിൻ? ട്രെയിൻ പഠിക്കുകയും ചെയ്ത് അവൻ ജോലിയും ചെയ്ത്. ഇവനൊരു വിദ്യാർത്ഥിയാണ്, പാർട്ട് ടൈമായിട്ട് നൈറ്റ് ജോലി ചെയ്യുന്നു. കുഴപ്പമില്ല. അവൻ ITI പഠിക്കുന്ന പയ്യൻ, അവൻ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുന്നു. അവനെ കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവൻ്റെ ഈ ജോലി ചെയ്യാനുള്ളൊരു മനസ്സ്. അത് രാത്രി ജോലി ചെയ്യുന്നു, പകൽ ക്ലാസ്സിന് പോകുന്നു എന്നുള്ളത്. ഇവരെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ കാണുന്നുണ്ടായിരുന്നു, നാണക്കട അവൻ എല്ലാം വലിഞ്ഞതാണ്. ഇനി വീഡിയോ ലെങ്ത് ആക്കി നിങ്ങൾ ബോറടിപ്പിച്ച് കൊല്ലുന്നില്ല. അപ്പോൾ എത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.